ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടില്ല. നമ്മളിങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ലൊരു സ്നാക്ക് കഴിക്കണം എന്ന് തോന്നിയാൽ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. മസാല ഒന്നും ഉണ്ടാക്കണ്ട, ഒന്നും കുഴക്കുകയും പരത്തി ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പൊ മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുള്ളിയാണ്. അപ്പൊ ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി തന്നെ എടുക്കാം കേട്ടോ. കാരണം ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുതൽ ടേസ്റ്റ്. അതില്ലാത്തവർ മാത്രം സവാള എടുക്കാം. ഞാൻ 4 ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ സാധാരണ ചമ്മന്തി പൊടിക്കില്ലേ, അതേപോലെ തന്നെ ഈ ഒരു പരുവത്തിലൊന്ന് അടിച്ചെടുക്കുക. അപ്പൊ അതവിടെ മാറ്റി വെക്കാം നമുക്ക്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഇപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, ഒന്നും ചെയ്യണ്ട. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചമ്മന്തി ഉണ്ടല്ലോ, അത് ഈ ഒരു ബ്രെഡിന്റെ പീസിൽ നന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കുക. ഒരു ചെറിയ തിന്നായിട്ടുള്ള ലെയർ മതി, പക്ഷെ എല്ലാവരുടെയും ആവുന്ന രീതിയിൽ നമ്മളൊന്ന് വെച്ചു കൊടുക്കാൻ നോക്കുക. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കാരണം നമുക്ക് ഈ നോമ്പൊക്കെ നോട്ട് ക്ഷീണമായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണമെന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ചമ്മന്തിയുടെ മുകളിൽ നമ്മൾ പുഴുങ്ങിയിട്ടുള്ള മുട്ട വട്ടത്തിൽ കട്ട് ചെയ്തത് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ സ്ലൈസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് മുഴുവനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചമ്മന്തിയും മുട്ടയൊക്കെ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് വരിക. അപ്പൊ നമ്മളിത് അടുത്ത ബ്രെഡിന്റെ പീസ് വെച്ച് നന്നായിട്ട് അത് അടച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനെ ഒരു ഹാഫ് ആക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ചെയ്യണുള്ളൂ. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിക്സിഡ് ജാറിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ടയുടെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക. കാരണം ഒരുപാട് എരിവില്ല, അതുപോലെ തന്നെ ഭയങ്കര മസാല കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്. അപ്പൊ നോമ്പൊക്കെ നോക്കുന്ന കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാവും. എന്ന് വെച്ചാൽ കുട്ടിക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് അടിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ലൂസ് ആയിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയിൽ അടിച്ചാൽ നമ്മൾ ഇത് ദോശ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ദോശ ഭയങ്കര കട്ടിയായി പോവും. നല്ല തിന്നായിട്ടുള്ള ദോശയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നല്ല വെള്ളം പോലെ ആക്കുക. അപ്പൊ നമുക്ക് ഒരു ദോശ പാനിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. അതുപോലെ തന്നെ എണ്ണ ആക്കണ്ട. എണ്ണ ആക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടേക്ക് ഒരു മാതിരി ഉണ്ടാവും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. സൈഡ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ദോശ എടുത്ത് മാറ്റാം. കാരണം ദോശ നന്നായിട്ട് ഒട്ടണം നമ്മുടെ ബ്രെഡിൽ. അതിന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പൊ നമുക്കിത് പെട്ടെന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് അടുത്ത ദോശയും കൂടി ഒഴിച്ചു കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം നമ്മൾ ദോശ ചുട്ടെടുക്കാനായിട്ട്. അപ്പൊ ഇതും കൂടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിനൊന്ന് ഹാഫ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ നിന്നും കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇപ്പത്തെ സൈഡ് ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് നമ്മൾ എന്തെങ്കിലും മാവ് വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചൂട് ദോശ ആയതുകൊണ്ട് നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. കണ്ടോ, ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ദോശ പൊട്ടി പോവാതെ നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ചുടുന്ന സമയത്ത് പൊട്ടരുത്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ അവിടെ 2 കോഴിമുട്ട എടുക്കുന്നുണ്ട്. ഇത് അധികം എണ്ണയൊന്നും വേണ്ടാത്ത ഒരു സ്നാക്കാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. 2 ടേബിൾ സ്പൂൺ പാലോടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ഫ്രൈ പാനിൽ. നമുക്ക് ഇനി മുട്ടയിൽ നന്നായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതൊന്ന് മുക്കിയിട്ട് ഇതിലിട്ട് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഒരെണ്ണം മുക്കിയെടുത്ത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് 2-3 എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ മുട്ടയിൽ മുക്കിയത് കൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക.
അപ്പൊ നമുക്കിനി കുറച്ച് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം മുട്ടയില്ലേ നമ്മൾ മുക്കിയിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ 4 സൈഡും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുകയല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക. നമ്മൾ മുട്ട ചേർത്തതല്ല, അപ്പൊ ആ ഒരു മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കാണ്. എന്തായാലും നമ്മൾ എന്നും ഭയങ്കര എന്താ പറയാ പരത്തിയും കുഴക്കുകയൊക്കെ ചെയ്യുന്ന സ്നാക്സ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.